അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ 19 നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സുന്നത്തായ നിസ്കാരങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ്. തഹജ്ജുദായിട്ടും ദുഹയായിട്ടും വിത്തറായിട്ടും റവാത്തിബായിട്ടും തഹയ്യത്തായിട്ടും അങ്ങനെ ഒരുപാട് നിസ്കാരങ്ങൾ നമുക്ക് നിസ്കരിക്കുന്നവരാണ്. എന്നാൽ നമുക്കറിയാം, സുന്നത്ത് നിസ്കാരങ്ങൾ എന്നുള്ളത് ഇലാഹി സാമീപ്യമുള്ള സുഹൃതങ്ങളാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം ഒരാൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. എൻ്റെ അടിമ സുന്നത്തുകൾ കൊണ്ട് എന്നോടടുത്താൽ ഞാൻ അവൻ ഇഷ്ടപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, സുന്നത്ത് നിസ്കാരങ്ങൾ ഫർദ് നിസ്കാരങ്ങളിലെ പോരായ്മകളൊക്കെ പരിഹരിക്കാൻ വലിയ കാരണമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കാം. കാരണം നമുക്കറിയാം, മനുഷ്യരുടെ നിസ്കാരങ്ങളൊക്കെ ഇങ്ങനെ വിചാരണ ചെയ്യപ്പെടുമ്പോൾ അതിൽ വല്ല പോരായ്മകളും ഉണ്ട് എങ്കിൽ അല്ലാഹു തആല പറയുമത്രേ, എൻ്റെ അടിമക്ക് വല്ല സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ എന്താവണം, അത് ഈ ഫർദിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ ആ ഫർദിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിക്കണമെന്ന് പറയുമത്രേ. അപ്പോഴാണ് നമുക്ക് സുന്നത്തിൻ്റെ വില എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതിൽ അതിപ്രധാനമാണ് റവാത്തിബ് സുന്നത്തുകൾ. പലപ്പോഴും നമ്മൾ നിസ്കരിക്കാറില്ല. കാരണം വെറും ഫർദ് മാത്രം നിസ്കരിച്ചുകൊണ്ട് സലാം വീട്ടുന്നൊരവസ്ഥയാണ്. എന്നാൽ റവാത്തിബ് സുന്നത്തിന് എത്രയോ മഹത്വമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, അതന്നെ ഏറ്റവും വലിയ മഹത്വം തന്നെ ഫർദിൻ്റെ പോരായ്മകൾ പരിഹരിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ റവാത്തിബ് സുന്നത്ത് ടോട്ടലി 22 റക്അത്താണെങ്കിലും ശക്തിയായ സുന്നത്തുള്ളത് 10 റക്അത്താണ്. അത് ളുഹറിന് മുമ്പ് 2, ശേഷം 2, അസറിന് ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാന് മുമ്പ് 2, ശേഷം 2, സുബഹിൻ്റെ മുമ്പ് 2 എന്നിങ്ങനെയാണ് അതിശക്തിയായ സുന്നത്തുള്ളതായിട്ട് നമുക്ക് കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല, അതിൽ അതിപ്രധാനമാണ് സുബഹിന് മുമ്പുള്ള റവാത്തിബ് സുന്നസ്കാരം. അപ്പോൾ സുന്നത്ത് നിസ്കാരങ്ങളും നമ്മൾ ഫർദിൻ്റെ കൂടെ നിസ്കരിക്കണം. അത് സുന്നത്തല്ലേ എന്ന് വെച്ചുകൊണ്ട് തള്ളിക്കളയാൻ പാടില്ല. കാരണം മുത്തനബി അത് അവഗണിക്കലാണ്. അപ്പോൾ അത്രയും സാധിക്കുന്നത്ര സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനും ഏറ്റവും പ്രധാനപ്പെട്ട റവാത്തിബ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.